റെഡി? ഇങ്ങോട്ടൊന്ന് ഇതാ ഇവിടെ റോസ്റ്റർ ഫോം തന്നു, നിങ്ങളോട് സെറ്റ് ബിൽഡർ നിങ്ങളോട് അതിന്റെ കോഡ് എഴുതാൻ പറഞ്ഞു. പോരട്ടെ, ആൻസർ പോരട്ടെ? എങ്ങനെ വേണം എഴുതാം? പക്ഷേ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. നോക്കി ഇവിടെ എന്താണ്, ഞാൻ എപ്പോഴും കോഡാണ് പ്രിഫർ ചെയ്യുക. കറക്റ്റ് ഒരു ഫോർമാറ്റ് ആണ്. എന്താണ് എക്സ് സച്ച് ദാറ്റ്, എക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ. അപ്പോൾ എന്താണ് എക്സ് ബിലോങ്സ്, ഇതെന്താ നമ്പറുകളല്ലേ, നാച്ചുറൽ നമ്പർ. ഓക്കെ, നാച്ചുറൽ നമ്പർ. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സാണ്. എനിക്ക് ഇൻറ്റീരിയേഴ്സിനൊക്കെ എഴുതാം, പക്ഷേ സിമ്പിൾ എപ്പോഴും നാച്ചുറൽ നമ്പറാണ്. ഇവരെ പ്രത്യേകത എന്താണ്? എക്സ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 3 എന്താണ് 3ന്റെ ഗുണങ്ങളാണ് അല്ലേ. അപ്പോൾ എനിക്ക് ഒന്നെങ്കിൽ എഴുതാം, ഇങ്ങനെ എഴുതാം. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു, അതെനിക്ക് എന്താ പറയാം, എക്സ് ഇസ് ഈക്വൽ ടു 3 × n അല്ലേ, 3 × n അല്ലേ, 3 × 1 3 × 2 2 × 3 അങ്ങനെ വേണം എഴുതാം. പക്ഷെ അപ്പോൾ n എന്താ സാർ? എക്സ് നാച്ചുറൽ നമ്പറാണ്, പക്ഷെ n എന്താ? അവിടെയാണ് കൺഫ്യൂഷൻ. അപ്പോൾ n നാച്ചുറൽ നമ്പറാണ്, പക്ഷെ n എന്ന് പറയുമ്പോൾ 3 × 1 ഉണ്ട്, 3 × 2 ഉണ്ട്, 3 × 3 ഉണ്ട്, 3 × 4 3 × 4 വരെ ഉള്ളു. അപ്പോൾ എനിക്ക് പറയാം എന്താണ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 അല്ല, എക്സ് അല്ല, സോറി, എക്സ് അല്ല, എന്താണ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. കാരണം എന്താണ് 3 × n എന്ന് പറയുമ്പോൾ 3 × 4 വരെ പറ്റുള്ളൂ. ഇതല്ലാതെ എനിക്ക് വേറെ രീതിയിൽ എഴുതാം. വേറെ രീതിയിൽ കാണിച്ചാൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ദ മൾട്ടിപ്പിൾ ഓഫ് എന്താണ് മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് എക്സ് ഇസ് ലെസ് ദാൻ എന്താണ് ഓർ ലെസ് ദാൻ 30 എന്ന് എഴുതാം. കഴിഞ്ഞു. ഇതും സെറ്റ് ബിൽഡർ ഫോമാണ്.